ഓണപ്പെൻഷൻ 2000 ഓണക്കിറ്റ് വിതരണം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. നമസ്കാരം, ട്രിപ്പിൾ പി വാർത്താ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും റേഷൻ കാർഡ് ഉടമകളും കാത്തിരിക്കുന്ന 2 പ്രധാന വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം ഉണ്ടാകുമോ? 2000 രൂപ ലഭിക്കുമോ? ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുമോ? ആരൊക്കെയാണ് അർഹർ? ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 7 പ്രധാന കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം ഉണ്ടാകുമോ? ഓണം അടുത്തെത്തുമ്പോൾ എല്ലാ വർഷവും പെൻഷൻ വിതരണം സംബന്ധിച്ച വലിയ ചർച്ചകൾ ഉയരാറുണ്ട്. ഈ വർഷവും അതിന് മാറ്റമില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓണത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത്. ഇതുവരെ സർക്കാർ കൃത്യമായ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗിക അറിയിപ്പുകൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. 2000 രൂപ ലഭിക്കുമെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണ്. ഓണത്തോടനുബന്ധിച്ച് 2000 രൂപ ലഭിക്കുമെന്നത്, എന്നാൽ ഈ തുക സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. അതിനാൽ 2000 രൂപ ഉറപ്പാണെന്ന് പറയുന്ന സന്ദേശങ്ങൾ കണ്ടാൽ ആദ്യം ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുമോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഓണക്കിറ്റ്. മുൻ വർഷങ്ങളിൽ വിവിധ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ ഓണക്കിറ്റ് വിതരണം ചെയ്തിരുന്നു. ഇത്തവണയും ഓണക്കിറ്റ് വിതരണം സംബന്ധിച്ച പ്രതീക്ഷ ശക്തമാണ്. കിറ്റ് വിതരണം സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപനത്തിന് ശേഷമേ വ്യക്തമാകൂ. ഓണക്കിറ്റിൽ എന്തൊക്കെയുണ്ടായേക്കാം? മുൻവർഷങ്ങളിലെ കിറ്റുകൾ പരിശോധിച്ചാൽ സാധാരണയായി ഉൾപ്പെട്ടിരുന്ന ചില സാധനങ്ങൾ: അരി, പഞ്ചസാര, ചെറുപയർ, വെളിച്ചെണ്ണ, മുളകുപൊടി, മല്ലിപ്പൊടി, സേമിയ, തുവരപ്പരിപ്പ്, ശർക്കര, ഉപ്പ്, മറ്റ് ആവശ്യ സാധനങ്ങൾ. ഈ വർഷം എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തുമെന്നത് ഔദ്യോഗിക പട്ടിക വന്ന ശേഷമേ അറിയാൻ കഴിയൂ. ഏത് റേഷൻ കാർഡുകാർക്ക് ലഭിക്കും? ഓണക്കിറ്റ് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. AAY കാർഡ്, PHH കാർഡ്, NPHH കാർഡ്, വെള്ളക്കാർഡ്, ഇവയിൽ ഏതു വിഭാഗങ്ങൾക്ക് കിറ്റ് ലഭിക്കും എന്നത് സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷമേ വ്യക്തമാകൂ. അതിനാൽ തെറ്റായ വാർത്തകൾ വിശ്വസിക്കാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പിന്തുടരുക. ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് പരിശോധിക്കുക. പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതെങ്കിൽ അക്കൗണ്ട് സജീവമായിരിക്കണം. ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ആധാർ വിവരങ്ങൾ കൃത്യമായിരിക്കണം. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആണോ? ബാങ്ക് സന്ദേശങ്ങൾ ലഭിക്കാൻ മൊബൈൽ നമ്പർ പ്രവർത്തനക്ഷമമായിരിക്കണം. റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുക. ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചാൽ കാർഡ് വിവരങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് നേരിടാം. അക്ഷയ കേന്ദ്രം വഴി വിവരം ഉറപ്പാക്കുക. സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ മാത്രം വിശ്വസിക്കരുത്. അക്ഷയ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ് എന്നിവ വഴി വിവരം ഉറപ്പാക്കുക. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക. പെൻഷൻ, ഓണക്കിറ്റ് വിതരണം തീയതി, തുക എന്നിവ സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപനത്തിന് ശേഷമേ ഉറപ്പാക്കാൻ കഴിയൂ. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഓണത്തിന് മുൻപ് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ. 2000 രൂപയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവം. ഓണക്കിറ്റ് സംബന്ധിച്ച പ്രതീക്ഷ ഉയരുന്നു. അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കാനുണ്ട്. ഓണം അടുത്തെത്തുന്നതിനാൽ പെൻഷനും ഓണക്കിറ്റും സംബന്ധിച്ച ഓരോ അറിയിപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ഔദ്യോഗിക ഉത്തരവുകൾ വരുമ്പോൾ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ട്രിപ്പിൾ പി വാർത്താ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.